വർഷങ്ങൾക്ക് മുമ്പ് ഗുരുവായൂരൊക്കെ ചെല്ലുമ്പോൾ ഈ ഭീകരത കണ്ടിട്ട്, അതായത് അവിടുത്തെ ഓരോത് കണ്ടിട്ട് വിഷമിച്ചിട്ട്, അന്ന് എനിക്കിങ്ങനെ വളരെ എളുപ്പത്തിൽ കയറി തൊഴായിരുന്നു പോകാൻ പറ്റുന്ന കാലമൊന്നുമല്ല. അങ്ങനെ ഉള്ളൊരു കാലഘട്ടത്തിൽ വളരെ വിഷമിച്ചിട്ട് ഞാൻ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, അങ്ങ് എങ്ങനെ ഇവിടെ ഇരിക്കണത്? അപ്പോൾ വിചിത്രമായിട്ടുള്ള രീതിയിൽ എനിക്കൊരിക്കലും ഉത്തരം കിട്ടി. അത് നേരെ കിട്ടിയ ഉത്തരം, സ്ട്രെയിറ്റ് വന്ന ഉത്തരമാണ്. അല്ലാണ്ട് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടോ പുസ്തകത്തിൽ നിന്നോ ഒന്നുമല്ല. എനിക്ക് എൻ്റെ അനുഭവത്തിൽ എനിക്കത് ഭഗവാൻ തന്നെ നേരിട്ട് തന്നൊരു ഉത്തരം. അതിൽ കൂടുതൽ എനിക്കിവിടെ പറയാൻ പറ്റില്ല. പക്ഷെ ഉത്തരം പറഞ്ഞുതരാം. എന്നോട് പറഞ്ഞു, ഈ ചപ്പും ചവറും കല്ലും മുള്ളും പ്രലോഭനങ്ങളും സകലതും ഞാൻ ഇട്ടിട്ട് ഇതിൻ്റെ നടുക്ക് കുപ്പക്കുഴിയിലെ രത്നം പോലെ കിടക്കുകയാണ്. ഇതിനെയൊക്കെ അതിജീവിച്ച് വരണവനുണ്ടാവും. പലരും ഗുരുവായൂരെന്ന് കേൾക്കുമ്പോഴേക്കും ചാടിപ്പുറപ്പെട്ട് വരും. പക്ഷെ ഇവിടെ വന്ന് ഒന്നാമത്തെ ദിവസം ഇങ്ങനെ നിൽക്കും, ക്യൂവിൽ നിൽക്കും, കഷ്ടപ്പെടും. രണ്ടാമത്തെ ദിവസം ഒരു പരിചയക്കാരനെ ഉണ്ടാക്കും. മൂന്നാമത്തെ ദിവസം അവൻ്റെ സഹായത്തോടെ തൊഴും. നാലാമത്തെ ദിവസം അവൻ്റെ തോളത്ത് കയറ്റി നടക്കും. അത് കഴിഞ്ഞിട്ട് ഇവൻ ക്യൂ നിയന്ത്രിക്കാൻ നിൽക്കും. പിന്നെ പ്രസാദം കച്ചവടം തുടങ്ങും. പിന്നെ ഇവനിവിടെ തമ്പടിക്കും, ആചാര്യനാവും. അവനുള്ളതല്ല ഞാൻ. ഈ ബഹളങ്ങളെ ഒക്കെ അതിജീവിച്ചിട്ട് ഇവിടെ കിട്ടുന്ന സകല ദുരിതങ്ങളും കൊണ്ടും എൻ്റെ കർമ്മം അത്രയെങ്കിലും നശിച്ചല്ലോ. അത്രയെങ്കിലും ഒരാൾ പിടിച്ച് തള്ളിയ, ഒരാൾ ചീത്ത പറഞ്ഞ, ഒരാൾ ആഗ്രഹിച്ച പ്രസാദം തരാണ്ടിരുന്ന എൻ്റെ കർമ്മം അവനെടുത്തുകൊണ്ട് പോയി എന്ന് ആഗ്രഹിച്ച് ഭഗവാനെ നന്ദി പറഞ്ഞിട്ട് അവസാനം എൻ്റെ അടുത്തേക്ക് സോപാനത്തിൻ്റെ അവിടെ എത്തണം ഒരുത്തനുണ്ട്. അവന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കണവർ. അതുകൊണ്ടാണ് ഞാൻ പറയാറ്, മാറൂ എന്ന് കാവക്കാർ നമ്മളോട് പറയുമ്പോൾ നിങ്ങൾ ഇനിയെങ്കിലും മാറുക എന്ന് ഭഗവാൻ പറഞ്ഞായിട്ട് ആലോചിച്ചാൽ മതി. മാറൂ എന്നല്ലേ പറയും അവർ. തൊഴുതു മാറാൻ പറയും. ഇനിയെങ്കിലും ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാൻ പറയണതായിട്ട് എടുത്താൽ മതി. അവർ പിടിച്ച് തള്ളുമ്പോൾ ആ തള്ളലിൽ നമ്മൾ പണ്ട് ആരെയൊക്കെയോ അവർക്കുള്ള അവകാശങ്ങളും അവസരങ്ങളും നിഷേധിച്ച് തള്ളിക്കളഞ്ഞതിൻ്റെ കർമ്മം തീരുകയാണെന്ന് വിചാരിച്ചാൽ മതി. അവരെ തൊഴുക, ഗുരുവായൂരപ്പനായിട്ട് കണ്ടിട്ട് ശിക്ഷിക്കണ ഗുരുവായൂരപ്പനായിട്ട് കണ്ട് തൊഴുക. ഇപ്പോൾ